ഗ്രേസമ്മ, എന്താണ് രാവിലെ പരിപാടി? ഞാൻ ഇവിടെ കഥകളി ആടുക. എന്റെ അടുത്ത മോഹിനിയാട്ടം ഉണ്ട്, കൂടുന്നുണ്ടോ? ഓ, ഗ്രേസമ്മ രാവിലെ നല്ല ചൂടിലാണല്ലോ. ചായ ഇട്ടില്ലേ? ചായ ഇട്ടാത്തോണ്ടാവും ഇങ്ങോട്ട് എഴുന്നള്ളിയത്. നിങ്ങൾ ആ പത്രം വെച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്ന് സഹായിച്ചോടെ മനുഷ്യ. ഞാൻ ഒരാൾ ഇവിടെ എല്ലാവർക്കും വച്ച് വിളമ്പി കൊടുക്കണം. ഒരാൾ പോലില്ല ഞാൻ സഹായിക്കാൻ. ഇന്ന ഗ്രേസമ്മ ഇങ്ങനെ ചൂടാകല്ലേ, ഞാൻ സഹായിക്കല്ലോ. ആണോ? എന്നാ പിന്നെ ഞാൻ ഉള്ളി എടുത്തങ്ങോട്ടരി. ഉള്ളിയോ? ചുമ്മാ പറഞ്ഞതായിരുന്നു. ആ പോട്ടെ, ഉള്ളിയല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. ഇത് എന്തുവാ മനുഷ്യ? ഞാൻ എന്തൊരു പുഴുങ്ങാൻ പോവാണോ? എന്തേ വലുതായിട്ടില്ലേ? ആ, എനിക്കും തോന്നി. ചെറുതാക്കാൻ നീ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ. അയ്യ ശരി, ഇതൊക്കെ അല്ലെങ്കിൽ പറഞ്ഞോ? നിങ്ങളെ കേൾപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞുതരാം. ഇതിങ്ങോട്ട് എടുത്തിട്ട് ചെറുതായിട്ട് അരിയ. ഉള്ളിക്കറിക്കാണ്, അത് ആദ്യമേ ഓർമ്മ കാണാം. എന്റെ പൊന്നോ, ഞാൻ നമിച്ച് ഞാൻ ചെയ്തോളാം, അതാ നല്ലത്. നിങ്ങൾ ആ പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്താണ് പൊട്ടിക്കും. എനിക്കറിയാം, ഈ ആഴ്ചയിലെ 7ാമത്തെ പ്ലേറ്റ് ആണ്. ഈ വീട്ടിൽ ഏറ്റവും വലിയ ചെലവ് പ്ലേറ്റ് നിങ്ങളെ മോള്. ഞാൻ എടുത്തോളാം പ്ലേറ്റ്. ഇത് ഞാനല്ലേ പൊട്ടിച്ച, അപ്പൊ കുഴപ്പില്ല. നിങ്ങളെ പോലെ എന്നെ പൊട്ടിക്കുന്നില്ല. നിങ്ങളുടെ മോള് എണീച്ചോ? ചന്തി വെയിലടിച്ചാലും അവളെ എണീക്കത്തില്ല. അതെങ്ങനാ? പാദയാത്രയെ നോവൽ വായിച്ചോണ്ടിരിക്കും. എന്നാ പിന്നെ ഞാൻ പോയി വിളിക്കട്ടെ? ഓ വേണ്ട, ഫുഡിന്റെ മണം വരുമ്പോ തന്നെ എണീച്ച് വന്നോളൂ. ഓ, രാവിലെ തന്നെ തുടങ്ങിയ രണ്ടും കൂടി. മനുഷ്യനെ ഉറങ്ങാനും സമയൂല. നല്ല മണം. ഇനിയിപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. എണീച്ചോ? അന്നിരിക്കെ ഫുഡ് കഴിക്കേ. എന്താണ് പപ്പ, രാവിലെ തന്നെ കിച്ചൺ സർവൈവ് മോഡിലാണോ? എന്ത് ചെയ്യാനാ, നിന്റെ അമ്മ എനിക്ക് സ്വസ്ഥതയും തരുന്നില്ല. എബ്രഹാം വല്ലതും പറഞ്ഞിരുന്നോ? ഞാൻ നിന്റെ ഹെൽപ്പ് എനിക്ക് വലിയ ഇഷ്ടമാന്ന് പറയായിരുന്നു. എന്താണ് രണ്ടുപേർക്ക് കള്ളലക്ഷണം? കൊറേ നേരം കയ്യും കണ്ണും കാണിക്കുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. ആ സയാ, എന്റെ മമ്മിക്ക് എന്തോ നിന്നോട് പറയാനി. കൊറേ നേരം എന്നെയും കയ്യും കണ്ണും കാണിക്കും. മമ്മി എന്താ കാര്യം? അതിനത് പറയും. അത് പിന്നെ നിനക്കറിയില്ല, നമ്മളെ പള്ളിയിലെ മേരി അനിയുടെ മോൻ. ഏത് മേരി അനി? ആരെ മോൻ? എന്റെ പൊന്നും കേസമ്മേ, പള്ളി പോവാത്ത അവർക്ക് എങ്ങനെ ഇതൊക്കെ അറിയാനാ? ആര് പറഞ്ഞു? ഞാൻ പള്ളിയിലൊക്കെ പോവാറുണ്ട്. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ കാര്യം. നമ്മളുടെ ഇവിടുത്തെ മറ്റേ മേരിയന്റെ മോൻ നിനക്കറിയാം, എയ്തൻ. എയ്തൻ. അവനിപ്പോ എന്താ? അവർക്കൊന്നുമില്ല, പക്ഷേ അവരെ വീട്ടിൽ നിന്ന് കല്യാണാലോചന വന്നിട്ടുണ്ട്. ആർക്കാ? മമ്മിക്കാ? എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചില്ല. സയ, ഇത് തമാശയല്ല, സീരിയസ് മാറ്ററാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പറ, എന്താണ് കാര്യം? കല്യാണാലോചന ആർക്കല്ല, നിനക്കാണ്. ഇതിന്റെ ഫാമിലിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കെപ്പോഴേ അറിയും നിങ്ങളെല്ലാവരും പറഞ്ഞു വളച്ച് കെട്ടി വരുമ്പോ ഇതിൽ തന്നെ അവസാനിക്കുന്നു. എന്റെ പൊന്നും മമ്മി, എനിക്ക് താല്പര്യമില്ലെന്ന് അറിയാവുന്നല്ലേ. ഇനിപ്പോഴേ ഇരേസമ്മയുടെ പറഞ്ഞത് പറയണ്ട, അവള് സമ്മതിക്കൂല. അത് എന്നെ മോളെ നീ കേട്ടണ്ട. എബ്രഹാം,
മോളും മമ്മി പറയുന്നേക്ക്. മമ്മി നല്ലതേ ഉണ്ടല്ലേ പറയുന്നത്. മമ്മിക്ക് അറിയാവുന്നില്ല ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല. പിന്നെ എന്തിനാ എന്നെ കൊണ്ടുവരണേ? നിന്നോട് ഞാൻ ഇപ്പോഴേ കിട്ടാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് മിണ്ടാ, അത്രേ ഉള്ളൂ. എഴുത നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. അവൻ ഇനി കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നതാ. പക്ഷെ മാരേജ് എന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്നു സായ, നീ ഇപ്പൊ മിണ്ടിന്ന് വെച്ചാൽ നിന്നെ കെട്ടിച്ചൂടാന്നും പോണില്ല. ജസ്റ്റ് ഒന്ന് കണ്ട് മിണ്ടാ, ലൈക്ക് എ ഡേറ്റ്, അത്രേ ഉള്ളൂ. നിന്നെ ഞങ്ങൾ ഫോഴ്സ് ചെയ്യില്ല സയ. നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പോയാൽ മതി. ഇത് നല്ല കുട്ടിയാ. അവൻ എന്തും കൊണ്ടും നിനക്ക്. മമ്മി അവനൊന്ന് പുകഴ്ത്തി പറയാൻ നിർത്തുവോ? എനിക്ക് പറ്റില്ല. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ റിച്ചാർഡ് പോയ ശേഷം ഞാൻ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലെന്ന്. നിങ്ങൾ എന്ന് വെച്ച് നീ 4 വർഷം ഇത് ചിന്തിച്ചിരുന്നില്ലേ? നീ എത്രയെന്ന് വെച്ചാ? മമ്മി പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് റിച്ചാർഡിനെ അല്ലാതെ വേറെ ഒരാളെ ചിന്തിക്കാൻ പറ്റില്ല. സയ, നീ എത്രയെന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കുക? അവൻ പോയി, നിനക്കത് മനസ്സിലാവുന്നില്ലേ? മമ്മി നീ ഒന്ന് കൂടെ ഗ്രേസ്. അവള് ആ ദേഷ്യത്തിൽ പറയുന്നില്ലേ. നമുക്ക് ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം. മമ്മിയോട് ഞാൻ എത്ര വട്ടം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാനിത് സമ്മതിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ സമ്മതിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷേ റിച്ചാർഡ് ഒരു നല്ല കുട്ടിയായിരുന്നു. എനിക്ക് സഹിക്കുന്നില്ല. ഇത്ര വർഷമെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഇരിക്കുക. അവളിങ്ങനെ കാണാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു അമ്മയല്ലേ. നീ വിഷമിക്കണ്ട, ഞാൻ അവളോട് സംസാരിക്കാം. അവളപ്പത്തെ ദേഷ്യത്തെ പറഞ്ഞിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. ആ കോഫി തണുത്തു പോകും. പപ്പയോ? മമ്മി എന്തേ? മമ്മി താഴെയുണ്ട്. നീ പറഞ്ഞ അവക്ക് നല്ല വിഷമമായിട്ടുണ്ട്. എനിക്കറിയാം പപ്പയ്ക്ക് അറിയാവുന്നല്ലേ എല്ലാ കാര്യവും. പിന്നെ മമ്മി ഇങ്ങനെ കൊണ്ടുവരുമ്പോ എനിക്കെന്തോ ഇതിനൊന്നും താല്പര്യമില്ല. അത് മമ്മിക്ക് നല്ലോണം അറിയാവുന്നതാണ്. സയ, പപ്പയ്ക്ക് മനസ്സിലാവും. പക്ഷേ അവള് നേരെ മമ്മിയില്ലേ, അവക്ക് നിന്നെ കുറിച്ചുള്ള കൺസേൺ കാണത്തില്ലേ? അവക്ക് നീ ഇങ്ങനെ വിഷമിച്ചു കൊടുക്കുന്നതെന്ന് അവക്ക് പറ്റുന്നില്ല കാണാൻ. അതുകൊണ്ടായിരിക്കും അവള് പിന്നെയും പോട്ടെ, നീ പോയി മമ്മിയോട് സംസാരിക്കേ. പപ്പ, ഞാൻ പിന്നെ വരാം. ഇപ്പൊ വെക്കോ, എനിക്ക് കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കണം. റിച്ചാർഡ്, നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയേ? അതെ ചേട്ടാ, ഈ 2 ബുക്ക് എടുത്തോ. മോളെ, ഈ 2 ബുക്കിനും കൂടെ 200 ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയുണ്ടല്ലോ മോളെ. അങ്കിൾ, ഞാൻ എങ്ങനെ പോവാനാ? ഞാൻ കൊട എടുത്തില്ല. നാശം, മൊത്തം നനഞ്ഞു. ഈ മഴത്ത് ഞാൻ വീട്ടിൽ പോവാനാ?
കുഴപ്പമില്ല ചേട്ടാ, ഞാൻ ഓക്കെയാണ്. നോവൽസ് ഒക്കെ അല്ലല്ലോ. ആ അയ്യോ, so handsome. ഇതിന് തൊക്കെയാണ് നല്ല പ്രശ്നമായി. അയ്യോ, നല്ല രസമുണ്ട്. താൻ എന്തേലും പറഞ്ഞിരുന്നോ? ഏയ്, നല്ല മഴയെന്ന് പറയായിരുന്നു. തനിക്ക് കുട എടുത്തുകൂടുമായിരുന്നു, നല്ല മഴയുണ്ട്. ആ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അതിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാ ശരി ചേട്ടാ, ഞാൻ പോട്ടെ, ബസ് വന്നു. താങ്ക് യു. ആടാ. ആ, വന്നാ നീ ആലോചിക്കുമോ നീ മഴയത്ത് നീ എങ്ങനെ കഴിയുമെന്ന്? ഒറ്റ മഴയല്ലോ. നിനക്ക് പപ്പ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? പപ്പ വരുവായിരുന്നല്ലോ. നാളെ സ്കൂളിൽ പോകാനുള്ളതാ. ആ പനി പിടിക്കാൻ നോക്കിക്കോ. ഇതൊക്കെ എന്താ പറ്റിയേ? ആ, അപ്പൊ നിങ്ങളെ മോളല്ലേ, നിങ്ങളെ പോലെ കാണിക്കത്തുള്ളൂ. ഞാൻ എന്തിനാണ് ഇപ്പോഴും ആലോചിച്ചിരിക്കുന്നത്? എന്നാലും ആലോചിക്കുന്നു ചോദിക്കണായിരുന്നല്ലേ. ഫ്രണ്ടിനോട് അങ്ങനെ ചോദിക്കാനാ, അയാൾ വിചാരിക്കും. പക്ഷെ എന്നാലും എന്റെ പേര് ഈശ, ഇതിന്റെ പേര് അനന്യ. അനുന്ന് വിളിച്ച് നിങ്ങൾക്ക് അങ്ങനെ വിളിക്കണേ. തന്റെ പേരെന്താ? ആ, എന്റെ പേര് സായ. സായാന്നാ ഞാൻ വിളിച്ചത്. Wow, Saya, nice name. Can you tell me a secret? You're looking so beautiful. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇന്നലെ ബസ് സ്റ്റോപ്പില്. എന്താ സായ, നിനക്ക് ഇവനെ അറിയോ? Guys, നിങ്ങൾ സംസാരിക്കട്ടോ. എന്റെ ബോയ് ഫ്രണ്ട് നിക്കറിയാ. ആ, നീ അത് മൈൻഡ് ആക്കേണ്ടത് സ്ഥിരമുള്ളതാ. ആ, അത് പോട്ടെ, നീ പറഞ്ഞില്ലല്ലോ, നിനക്ക് ഇവനെ അറിയോ? ആ, ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഓഹോ, എന്നിട്ടെന്താ? ഞങ്ങൾ സംസാരിച്ചു. അവൻ സംസാരിച്ചെന്നോ? പക്ഷേ റിച്ചാർഡ് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഹീസ് ഓൾവേസ് സൈലന്റ്. ഓ, അപ്പൊ റിച്ചാർഡ് എന്നാണ് പേര്. ഞാൻ റിച്ചാർഡിനെ 5th ക്ലാസ് തൊട്ട് കാണുന്നതാ. അവൻ അങ്ങനെ ആരോടും മിണ്ടുന്നതോ ചിരിക്കുന്നതോ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇന്നലെ സംസാരിച്ചും ചിരിച്ചതൊക്കെയോ ഇവൻ തന്നെയാണോ? നിങ്ങൾ എന്തായി സംസാരിക്കുന്നേ? ടീച്ചർ ഒന്നും കണ്ടില്ലേ? എന്നാ ശരി സയ, നാളെ കാണാം. ബൈ. ഹാടാ, ബൈ. എടോ, കെയർഫുൾ. ഇവളെന്ത് ചെയ്യാനിരിക്കണേ? സയ, ഓ, ഐം സോറി. താനിപ്പോൾ എന്താ വിളിച്ചേ? തനിക്കെന്താ പേരെങ്ങനെ അറിയാം? അതെന്തോ തൻ്റെ പേര് അറിയാൻ പാടില്ലെന്നുണ്ടോ? ഒന്നുമില്ല, നമ്മളെ ക്ലാസ്സിലില്ലേ? ആ, ശരിയാ. റിച്ചാർഡ്, താനങ്ങനെ ആരോട് സംസാരിക്കില്ല എന്നാണല്ലോ ഞാൻ കേട്ടത്. ആണോ? അങ്ങനെ ഇപ്പൊ ആരാ പറഞ്ഞേ? തന്നോട് ഞാനിപ്പോ സംസാരിക്കുന്നില്ലേ? താൻ ഇന്ന് സ്കൂളിൽ വെച്ച് കണ്ടിട്ടും താനൊന്നും മിണ്ടിയില്ല. ഞാൻ വിചാരിച്ചു അമ്മതി പറയുന്നതൊക്കെ ശരിയാണ്. ഓ, ഞാനങ്ങനെ അധികം സ്കൂളിൽ വെച്ച് മിണ്ടാറില്ല, അതുകൊണ്ടാവും തനിക്ക് അങ്ങനെ തോന്നി. ആ, തൻ്റെ വീട് അവിടെ അടുത്താണോ? അടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. തനിക്ക് ബുക്സ് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ? അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് താൻ നോവൽസിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി. താൻ ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ആ, എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. താൻ എന്താ ഈ സ്കൂളിലോട്ട് ട്രാൻസ്ഫർ ആയേ? അത് പിന്നെ പപ്പയുടെ ജോബ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ തന്നെ സെറ്റിലാവാന്ന്. ഇനിയിപ്പോൾ എന്താ സംസാരിക്കുക?
ആലോചിക്ക് സയ, ആലോചിക്ക്. ഒരു ഇൻട്രോവേർട്ടാ ഇത്രയൊക്കെ പ്രശ്നമുണ്ടോ? എന്നാ ശരിയിടോ, ഞാൻ ബുക്ക് എടുക്കാൻ വന്നതാ. നാളെ സ്കൂളിൽ വെച്ചാണ്. ബൈ. ഇനിയിപ്പോ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൻ പോയി. സയ എന്താ എഴുതുന്നു? കുറച്ച് നോട്ടുണ്ടായിരുന്നു. നീ പ്രോജക്റ്റ് ചെയ്യാറുന്നോ? ഏയ്, ഞാൻ ചെയ്തൊന്നുമില്ല. നല്ല കുട്ടി. ഈ പറയുന്ന ആള് ചെയ്തായിരുന്നോ? ഏയ്, ഞാനും ചെയ്തില്ല. അപ്പൊ പിന്നെ ഉണ്ടായിരിക്കും. സയ, എനിക്ക് പേടിയാവുന്നു. പേടിയോ? എന്തിന്? അത് ഇനി കൂടിപ്പോയ 1 മാസം കൂടിയല്ലേ നമ്മള് ഒരുമിച്ചുള്ളൂ. അത് കഴിഞ്ഞാ നമ്മളെല്ലാരും ഓരോ വഴിക്ക് പോവില്ലേ? അതുകൊണ്ട് ഞാൻ നിന്നെ മിസ് ചെയ്യും സയ. സയ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. സയ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. പരുവക്കുളിരേ പകുതി ഉസിരേ കുട്ടി പോലെ എന്നെ സീണ്ടി പാർക്കാതെ ചുവരത്തളിരേ കുളിരേ തീണ്ടാமல் மாண்டு போச்சு தாண்டி ஓடாது நீ பார்க்கும் பார்வைக்காக சாயங்காலம் சாயல நீ போகும் பாதையோட மேயும் கண்ணோயல உன் நெஞ்சே சொல்லு நான் வாழும் காலம் நீள பருவக்குளிரே பகுதி உசிரே நீ குட்டி போல என்ன சீனி பார்க்காத துவரத்தளிரே என் குடிச குயிலே தீகாம மாண்டு போச்சு தாண்டி தீனி தேடி சீனிய சுத்தோ என்ன தெரிஞ்ச மாறி தாண்டும் வேகத்தோட பறந்திட துணிஞ்ச தலகனம் பாதி தாய் குணம் மீது தர்மணம் தாடி கொலையுது நாடி பூவாசம் പൂവാസം തോർക്കും മൂച്ച് കാത്ത് തീണ്ടി. സയ, ഒരുപാട് നേരമായി വന്നിട്ട്. എന്താ പെട്ടെന്ന് കാണുന്നു പറഞ്ഞേ? എന്താ ബേബി, മിസ് ചെയ്യാണോ? എന്ത് പറ്റി? അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു? എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. റിച്ചാർഡ്, ഞാൻ പറയുന്ന കേൾക്കണ്ടോ? കേൾക്കുന്നേ. അതിന് ഇത് പറ. ടീ ഓർ കോഫി? കോഫി മതി. ഓക്കെ, ടീ കോഫി. ഇനി പറ, എന്താ പ്രശ്നം? ഇനി നമ്മൾ എന്തായാലും ഹയർ സ്റ്റഡീസിന് പോണമല്ലോ. നമുക്കറിയാതെ എനിക്ക് സൈക്കോളജി ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. വീട്ടിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആണോ? എന്നിട്ടോ? അത് പപ്പ പറയാ എബ്രോഡ് പോവാൻ. അവിടെ തോമസ് അങ്കിൾ ഉണ്ട്, അങ്കിൾ എല്ലാം നോക്കിക്കോളന്ന്. നീ എന്താ പറഞ്ഞു? എന്നിട്ട്? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കെന്താ പറയണ്ടേന്നറിയില്ല. നിനക്കെന്താ തോന്നുന്നേ? എനിക്കോ? നിനക്ക് എപ്പോഴും താല്പര്യമുള്ള കാര്യമില്ലേ? റിച്ചാർഡ്, നമുക്ക് അറിയാവുന്ന കാര്യം എനിക്ക് നിന്നെ വിട്ട് പോകാൻ താല്പര്യമില്ലെന്ന്. എബ്രോഡൊക്കെ പോയി നമുക്ക് പിന്നെ കാണാൻ പറ്റില്ല. ഞാൻ പിന്നെ എപ്പ വരാന്ന് തന്നെ അറിയില്ല. സയ, ഇറ്റ്സ് എ ഗുഡ് ചാൻസ്. നീ പോണം എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മുടെ കാര്യം നമുക്ക് നോക്കാം. എന്നാ പിന്നെ നീ എന്റെ കൂടെ വാ. ഞാനോ? എന്താ സൈ പറയുന്നത്? ഞാൻ എങ്ങനെ വരാന്? നിനക്ക് എന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നില്ല. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പ്ലീസ് റിച്ചാർഡ്. സയ, ഞാൻ വരാം. പക്ഷെ ഇപ്പോഴല്ല, വിത്തിൻ 2 years ഞാൻ വരാം. ശരിക്കും? പ്രോമിസ്? അവസാനം വാക്കെത്തിക്കല്ലേ? പ്രോമിസ്. ഞാൻ അങ്ങനെ വാക്കിലെത്തിക്കുന്നത് തോന്നുന്നുണ്ടോ? 2 weeks കഴിഞ്ഞാൽ ഞാൻ പോകും. നീ എയർപോർട്ട് വരില്ലേ? പിന്നെ ഞാൻ വരാതിരിക്കുമോ? ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. മോളെ എല്ലാം എടുത്തില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല മമ്മി, എല്ലാം എടുത്തിട്ടുണ്ട്.
സയ എന്താ ആവശ്യമുണ്ടെങ്കിലും പപ്പയെ അറിയിക്കണം. ഇനി തോമസ് അങ്കിൾ ഉണ്ടല്ലോ, അങ്കിളിനോട് എന്ത് വേണേലും പറയാം. മോള് ഓക്കെ അല്ലേ? ആ പപ്പ ഓക്കെയാണ്. അവിടെ ചെന്നിട്ട് പപ്പയെ വിളിക്കണം കേട്ടോ. എന്താ സായ, ആരെങ്കിലും വെയിറ്റ് ചെയ്യുവാണോ? ആ മമ്മി, എൻ്റെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിരുന്നു. ആണോ? പക്ഷെ ടൈം ആയല്ലോ മോളെ. റിച്ചാർഡ് എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? ഇത് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. സായ ഇപ്പൊ എന്നെ കാണാത്തോണ്ട് ടെൻഷൻ ആവുന്നുണ്ടായിരിക്കും. ഇതെന്റെ മെസ്സേജ് ആണല്ലോ. ഇവൻ ഇങ്ങനെ നമ്പർ കിട്ടി? മമ്മി ഏതിന് നമ്പർ കൊടുത്തിരുന്നോ? ആ കൊടുത്തിരുന്നു. എന്താ വിളിച്ചിരുന്നോ? എന്താ മമ്മി എന്നോട് ചോദിക്കാൻ നമ്പർ കൊടുക്ക? ഇതൊക്കെ പ്രൈവസി അല്ലേ? ചോദിച്ചിട്ട് വേണ്ട കൊടുക്കാൻ. നീ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞേ ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനല്ലേ. അത് അപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞല്ലേ. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണോ? പപ്പ ഇതുവരെല്ലാം കേൾക്കുന്നുണ്ടോ? ഈ മമ്മി എന്താ കാണിച്ചെന്ന് കണ്ടോ? നിനക്കറിയാവുന്നല്ലേ നിന്റെ മമ്മിയുടെ സ്വഭാവം. അവളെന്തായാലും സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. പപ്പക്ക് ഇതൊക്കെ അറിയാമെന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയായിരുന്നു. അറ്റ്ലീസ്റ്റ് മമ്മി നമ്പർ കൊടുക്കുന്നെങ്കിൽ എന്നോട് പറയായിരുന്നു. ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ കെട്ട് ഉറപ്പിച്ചു, അതെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ടാവാ. അതെന്തായാലും പറയാണല്ലോ. നീ കഴിക്കുന്നില്ലേ? ഓ എനിക്കൊന്നും വേണ്ട, കാലത്ത് ട്രാജഡി തന്നെ മടുത്തിരിക്കുക. എനിക്കൊരു കൗൺസിലിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. ഹലോ ഹലോ സയ, ഞാൻ എയ്തനാണ്. ഗ്രേസാൻഡി ആയിരുന്നു എനിക്ക് നമ്പർ വന്നിരുന്നേ. സയ ഇപ്പൊ ബിസിയാണോ? ഏയ് ബിസി ഒന്നുമല്ല, ഞാനിവിടെ ഒരു കൗൺസിലിംഗ് ക്ലാസ് എടുക്കാൻ വന്നതാ. ആണോ? ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചിരുന്നതാ. താൻ നാളെ ഫ്രീ ആണോ? ഞാൻ നാളെ ഫ്രീ ആണ്. താൻ ഓക്കെ ആണെങ്കിൽ മാത്രം മതി. നേരിട്ടാകുമ്പോ നമുക്കെല്ലാം പറയാലോ. ഡേറ്റോ? ഡേറ്റ് ജസ്റ്റ് ഒരു കോഫി കുടിച്ച് അത്രേ ഉള്ളൂ. ഓക്കെ ആണ്. ആണോ? എങ്കിൽ പിന്നെ ഞാൻ നാളെ പിക്ക് ചെയ്യാൻ വരാം. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോ പോവാം. ഓക്കെ. മമ്മി എഴുതാൻ വിളിച്ചിരുന്നു. അവൻ നാളെ ഡേറ്റ് പോയാലോന്ന് ചോദിച്ചു. ആണോ? എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ ഓക്കെ പറഞ്ഞു. സയ, ഞങ്ങൾ തന്നെ ഇരിക്കുന്ന ഫോഴ്സ് ചെയ്യല്ല കേട്ടോ. നിനക്ക് ഓക്കെ മാത്രം പോയാൽ മതി. പപ്പ, നാളെ ഈവനിങ് ആണ് ഡേറ്റ്, കഫേയിൽ വെച്ച്. സോറി സയ, ഒരുപാട് നേരമായി വന്നിട്ട്. എനിക്ക് പിക്ക് ചെയ്യാൻ വരാൻ പറ്റിയില്ല. ഇറങ്ങാൻ നേരത്തെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇറങ്ങിയപ്പോ തന്നെ നല്ല ലേറ്റ് ആയി, പോയാൽ തന്നെ ട്രാഫിക്കും. ഒരുപാട് നേരമായോ? ഇല്ല, ഞാൻ വന്നിട്ട് 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ആണോ? എന്തേലും ഓർഡർ ചെയ്തിരുന്നോ? ഇല്ല, തനും കൂടെ വന്നിട്ടാവാന്ന് വിചാരിച്ചു. ആണോ? എന്താ വേണ്ടേ, ടീ ഓർ കോഫി? സയ, ഒരുപാട് നേരമായി വന്നിട്ട്. എന്താ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞേ? എന്താ ബേബി, മെസ്സേജ് ആണോ? എന്ത് പറ്റി? അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു. ടീ ഓർ കോഫി? എടോ, താൻ എന്തൊന്നും മിണ്ടാത്തേ? എന്താ തന്നോടാ ചോദിച്ചേ? കോഫി മതി. ടു കോഫി. താൻ ഒരുപാട് മാറിപ്പോയല്ലോ സയ. തന്നെ കണ്ടിട്ട് ഒരുപാട് നാളായ പോലെ ഉണ്ട്. നീ ഒരുപാട് ചേഞ്ച് ആയല്ലോ. റിയലി? അതൊക്കെ പോട്ടെ, അങ്കിൾ എന്താ പറഞ്ഞേ? പപ്പയും മമ്മിയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നെക്കാട്ടും കൂടുതൽ അവർക്കാണ് കൺസേൺ. സയ, ഞാനൊരു കാര്യം ചോദിക്കട്ടോ? ചോദിക്കുക. എന്താ? നിനക്ക് ഈ മാരേജിന് ഓക്കെ ആണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല. ഇത് നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങൾ? അത്
ഓ, എന്നിട്ട് താനെ കാണാൻ പോയിരുന്നോ? എന്റെ മനസ്സിലൊന്നും റിച്ചാർഡ് ഒരു ഹാപ്പി പേഴ്സൺ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ മതി. അങ്കിളിന് ഇതിനെ പറ്റി അറിയുമോ? അവൻ പോയ ശേഷം ഞാൻ പപ്പയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. റിച്ചാർഡ് പോയ ശേഷം ഞാൻ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടാണ് വന്നത്. സ്റ്റിൽ എനിക്കധികം മൂവ് ഓൺ ആവാൻ പറ്റിയിട്ടില്ല. മമ്മി എപ്പോഴും ഓരോ കല്യാണാലോചന കൊണ്ടുവരുമ്പോഴും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ നിന്റെ ആലോചന കൊണ്ട് വന്നത് ഏത് നീ എന്നെ മറന്നില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ രണ്ടുപേരുടെ ഫാമിലി കല്യാണാലോചന പറയാറുണ്ടായിരുന്നല്ലോ. അന്നത് തമാശയായിരുന്നെങ്കിലും എന്തോ ഞാനിങ്ങനെ എല്ലാവരും നിർത്തേന്ന് തോന്നുന്നു. സായ, ഞാനിതിപ്പോ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു സായ, ഇപ്പോഴും അതെ. എനിക്കിതിപ്പോ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. ഞാനിത് ഒരുപാട് നാളായി നിന്നോട് പറയണോന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്തോ എനിക്കതിനുള്ള ധൈര്യം കിട്ടിയിരുന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമുള്ള പേരിലായിരുന്നു ഞാൻ എന്റെ പാരന്റ്സിനോട് നിന്റെ വീട്ടിൽ കല്യാണാലോചിക്കാൻ പറഞ്ഞിരുന്നത്. ഞാൻ അറിഞ്ഞായിരുന്നു നിനക്ക് കല്യാണാലോചനക്ക് വരുന്ന കാര്യം. അപ്പോഴാണ് ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞിരുന്നത്. പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു പാസ് ഓഫ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സയ. പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും ഈ കല്യാണത്തിന് ഫോഴ്സ് ചെയ്യില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ഇനി അത് മറച്ചു വെക്കുന്നത് ശരിയാവില്ല എന്ന് തോന്നി. നിനക്ക് നിന്റെ പാസ്റ്റ് ലൈഫ് ഒറ്റയ്ക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല സയ. എന്തുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം. നമുക്ക് നിന്റെ മൂടൊന്ന് നോക്കിയാക്കാൻ ബീച്ചിൽ പോയാലോ? പോവാ. വാ, വന്നിരിക്ക്. വന്നല്ലോ. പറ്റില്ല, എന്റെ ഡ്രസ് എടുക്കാവൂ. എന്നാ പിന്നെ ഇതിലിരിക്ക്. ഇത് പറഞ്ഞ ഇതാണ് എന്റെ കോട്ടു ഈ മണലിൽ ഇരിക്കുന്നു. കൊള്ളല്ലേ ഇവിടെ ഇരിക്കാൻ? ഞാൻ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. അപ്പൊ എങ്ങനെ കാര്യങ്ങള്? ഇതിനും ഒക്കെയാണ്, ഞങ്ങൾക്കും ഒക്കെയാണ് അല്ലേ ഹന? പിന്നെ നമ്മൾ മാത്രം സമ്മതിച്ചാ പോരല്ലോ, പിള്ളേർക്കും കൂടെ. സനിക്ക് എങ്ങനെയാ? അവക്ക് ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും പിള്ളേരെ കണ്ട സംസാരിച്ച സ്ഥിതിക്ക് നമുക്കിതങ്ങ് ഉറപ്പിക്കല്ലേ? എന്നാ പിന്നെ ഡേറ്റ് എങ്ങനെയാ? നമുക്ക് അടുത്ത മാസം 20 നടത്താം. അതാകുമ്പോ ഞായറാഴ്ചയും കൂടെ ആണല്ലോ. നിങ്ങളും കൂടെ പറയും എന്താ അഭിപ്രായം? ഓക്കെയാണ്. പിന്നെ 1 മാസം സമയമുണ്ടല്ലോ, അപ്പൊ എല്ലാം അറേഞ്ച് ആക്കാം. പിന്നെ വേണമെങ്കിൽ പിള്ളേർക്ക് സംസാരിക്കുകയും ചെയ്യാം. ഹലോ, അപ്പൊ റിസപ്ഷനോ? റിസപ്ഷൻ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ഈ അടുത്ത് തന്നെ നടത്താം. യാട്ടിലോ? കൊള്ളാലോ. എന്റെ ആകെയുള്ള മോളുടെ കല്യാണല്ലേ, പിന്നെ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്താം. അപ്പൊ 20-ാം തീയതിയാണ് നമ്മുടെ സൈഡ് ചെയ്തതിന്റെയും മിന്നിട്ട്.
സുന്ദരിയായിട്ടുണ്ടല്ലോ. ഓ, ഇതാരുടെ മമ്മി തന്നെയാണ് പറയുന്നേ. ഒന്ന് പോച്ചേ. എന്താണ് മമ്മി മോളോട് സംസാരം? സയ കൊള്ളാലോ കാണാൻ. നിങ്ങളെ സംസാരിച്ചോണ്ടിരിക്കല്ലേ, പെട്ടെന്ന് വാ, സമയമായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വരാം. നെല്ലിപ്പറമ്പ് ലേനി ജോസഫിന്റെയും നടുവിലെ കണ്ടത്ത് ഹന്ന ജോസഫിന്റെയും മകനായ ഏതൻ ജോസഫിനെ ഈ നിൽക്കുന്ന സയ അബ്രഹാമിനെ ത്രേസ്യയുടെ കൽപ്പന പ്രകാരം വിവാഹം കഴിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. പറമ്പിൽ എബ്രഹാം ജോണിന്റെയും ഡിയസ് എബ്രഹാമിന്റെയും മകളായ സയ എബ്രഹാമിന് ഈ നിൽക്കുന്ന ഏതൻ ജോൺസനെ ത്രേസ്യയുടെ കൽപ്പന പ്രകാരം വിവാഹം കഴിക്കാൻ സമ്മതമാണോ? സമ്മതമാണെന്ന് പറയുന്നതിന് മുന്നേ അവൾ പുറത്തേക്ക് നോക്കി. റിച്ചാർഡ്, സയ താനെന്തൊന്നും പറയാത്തേ? സമ്മതമാണ്. സയ താനെന്താ അവിടെ നിക്കുന്നേ? താൻ അങ്ങോട്ട് ഇരുന്നില്ലേ? ഞാൻ വരാം, എഴുതാൻ പൊക്കോളൂ. എന്നാലും ശരിക്കും ഞാൻ എന്താ ആരാ അവിടെ കണ്ടിരുന്നേ? റിച്ചാർഡ് ആയിരുന്നു. എനിക്ക് തോന്നിയതായിരിക്കും. സയ റിച്ചാർഡ്, ഇതെങ്ങനെ? എനിക്കെന്തേ പറ്റുന്നേ? എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നേ? സയ അത് തനിക്ക് തോന്നുന്നതല്ല. താൻ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ടില്ല. സയ ഒന്നും മിണ്ടാതെ അവനെ കുറെ നേരം നോക്കിക്കൊണ്ട് വരും. എനിക്ക് മനസ്സിലാവും തനിക്കിത് കേൾക്കുമ്പോഴുള്ള ഷോക്ക്. പക്ഷേ എനിക്ക് പറയാനുള്ളതും കൂടെ താൻ കേൾക്കണം. ഇത് റിയൽ ആണെങ്കിൽ ഇത്രയും നാളും താൻ എവിടെയായിരുന്നു? അത് അന്ന് ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ ഇരിക്കുമ്പോ. പേഷ്യന്റ് ഇപ്പൊ സ്റ്റേബിൾ ആണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചെറിയ മെമ്മറി ലോസ് ഉണ്ടായിട്ടുണ്ട്. പേടിക്കാനായിട്ടൊന്നുമില്ല, ടെമ്പററി ആണ്. മെമ്മറീസ് പതിയെ തിരിച്ചു വന്നോളും. പക്ഷെ അത് എത്രത്തോളം സമയമെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതലും. പക്ഷെ പേടിക്കാനായിട്ടൊന്നുമില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഞാനിത് എവിടെയാ? എനിക്കെന്താ പറ്റിയേ? പേടിക്കാനായിട്ടൊന്നുമില്ല റിച്ചാർഡ്, ചെറിയൊരു ആക്സിഡന്റ് അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഡോണ്ട് സ്ട്രെയിൻ, ഇറ്റ്സ് ഓക്കേ. ഇപ്പൊ താൻ റെസ്റ്റ് എടുക്ക. തന്നെ എനിക്ക് എന്നെ തനിക്ക് ഓർമ്മയില്ലേ? സയ ഇല്ല, അതാരോ? അപ്പൊ നിനക്ക് സയ ഓർമ്മയില്ലല്ലേ? എനിക്കെന്നെ ഓർമ്മയില്ലേ? ഞാൻ നിന്റെ ഗേൾഫ്രണ്ടാണ്. ഗേൾഫ്രണ്ടോ? എനിക്കെന്താ ഓർമ്മ കിട്ടാത്തേ? അത് മെമ്മറി ലോസ് ഉണ്ടായോണ്ടായിരിക്കും റിച്ചാർഡ്. ഇറ്റ്സ് ഓക്കേ, അത് പയ്യെ പയ്യെ ഓർമ്മ വന്നോളൂ. അങ്ങനെ 4 വർഷങ്ങൾ പിന്നിട്ടു. ഈ 4 വർഷങ്ങൾക്കിടയിലും അനു എന്നോട് പറഞ്ഞിരുന്നത് ഞാനും അവളെ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ്. എൻ്റെ മെമ്മറി ലോസ് കാരണമാണ് ഞാനെല്ലാം മറന്നുപോയി എന്നായിരുന്നു. പക്ഷേ നിന്നെപ്പറ്റി ഒന്നും അവൾ പറഞ്ഞിരുന്നില്ല സയ. പിന്നെ ഒരു ദിവസമായിരുന്നു ഞാൻ ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ബേബി, ഞാൻ ഈ റൂം ക്ലീൻ ചെയ്യാം. നീ അപ്പുറത്തെ റൂം ക്ലീൻ ചെയ്തു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. റിച്ചാർഡ് സൂക്ഷിക്കണേ. ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് റിച്ചാർഡിന് ബോക്സിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കിട്ടുന്നു. അനു, ഇതെന്തോ? അതൊന്നുമില്ല, അത് നിന്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടോ? നീ നിന്റെ ഫ്രണ്ടിനെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ പറയാൻ മറന്നുപോയതായിരിക്കും. ഓ, ഫ്രണ്ട്സ് പോലെ വെഡിങ് ഡോസ് ഒക്കെ ഇടുമല്ലേ? അനു, നീ എന്തോ ഇങ്ങനെ മറയ്ക്കുന്നുണ്ട്.
എന്താ അത്? ഹോ, അപ്പൊ നീ ഇപ്പൊ എന്നെ ഡൗട്ട് ചെയ്യാ? കൊന്ന റിച്ചാർഡ്. അനു, ഡോണ്ട് ഡു ദിസ്. എനിക്ക് സത്യം എന്താന്ന് അറിയണം. Who is Saya? റിച്ചാർഡ്, സത്യം പറ അനു. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു റിച്ചാർഡ്. അതെന്നെ ചോദിക്കാനുള്ള ഉത്തരമല്ല അനു. സയ, she was your girlfriend. What? അപ്പൊ പിന്നെ നീ? റിച്ചാർഡ്, I was your girlfriend. ഞാൻ നിന്നോട് ഇത്രയും നാളും കള്ളം പറയായിരുന്നു. റിച്ചാർഡ്, I'm so sorry. സോറി? ഞാൻ എന്തെങ്കിലും എന്നോട് ഇത്ര നാളും കള്ളം പറഞ്ഞിരുന്നേ? അത് സയ നീയായിട്ടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇതിന് ഒരുപാട് ഇഷ്ടമായിരുന്നു റിച്ചാർഡ്. നീ അവളായിട്ടുള്ള മൂമെന്റ്സ് എനിക്കതൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് സയ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് അവളോട് വെറുപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് ആവുന്നതും മെമ്മറി ലോസ് ഉണ്ടാവുന്നതും. അപ്പൊ ഞാൻ കരുതി ഇതെല്ലാം അറിഞ്ഞിട്ടും റിച്ചാർഡ് അവളൊന്നും പറഞ്ഞില്ല. റിച്ചാർഡ്, നീ എവിടെ പോവാ? ഞാൻ സയെ തേടി പോവാ. എനിക്ക് അവളെ കാണണം. എനിക്ക് അവളോടെല്ലാം പറയണം. No, Richard, don't do this. Please, എന്നെ വിട്ടിട്ട് പോവാല്ലേ റിച്ചാർഡ്. ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. എന്ത് ശരിയാക്കാന്ന്? എല്ലാം കഴിഞ്ഞില്ലേ? അനു, you know what? I trusted you. I trust you more than anything. But you? Please, Richard, I'm so sorry, Richard. Don't leave me, please, Richard. Anu, just stop this madness. എനിക്ക് കുറച്ച് സമാധാനം തരൂ. Anu, one more thing. Let's break up. Don't contact me ever again. Richard, please. ഇതാണ് സത്യം സയ. എനിക്കറിയില്ലായിരുന്നു എന്നോട് ഇത്ര നാളും കള്ളം പറയുമായിരുന്നു. എനിക്ക് I'm sorry സയ. സയ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണിൽ കണ്ണുനീര് വീഴുന്നുണ്ടായിരുന്നു. സയ, I'm sorry. നീ എന്തിനാ സോറി പറയുന്നേ? ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത് നീ എന്നെ വിട്ട് പോയെന്നായിരുന്നു. നീ സോറി പറയണ്ട റിച്ചാർഡ്. ഇത് നിന്റെ തെറ്റല്ലല്ലോ. സയ, will you forgive me? അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ റിച്ചാർഡ്. എനിക്ക് നിന്നെ അറിയാലോ. ഒരുപക്ഷെ അന്ന് ഞാൻ നിന്നെ കാണാൻ വന്നിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു അല്ലേ? അതിന് റിച്ചാർഡിന് മറുപടി ഉണ്ടായിരുന്നില്ല. സയ, നീ ഇവിടെ നിൽക്കുമായിരുന്നു. എന്താ അങ്ങോട്ട് വരിക? ഇതാരാ? ഇതാണ് റിച്ചാർഡ്. റിച്ചാർഡോ? പക്ഷെ നീ പറഞ്ഞിരുന്നേ. ഞാനെല്ലാം പറയാം ഈതൻ. റിച്ചാർഡ്, ഇതാണ് ഈതൻ, എന്റെ ഹസ്ബൻഡ്. റിച്ചാർഡ് ഒരു ചെറു പുഞ്ചിരിയോടെ എഴുതിനെ നോക്കി. പക്ഷെ ആ വാക്കുകൾ അവന്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. സയ, ഞാൻ നാളെ അബ്രോഡ് പോവാ. എനിക്കിവിടെ ഈ ജോബ് അപ്രൂവ് ആയിട്ടുണ്ട്. റിച്ചാർഡ്, അതിനു മുന്നേ നമുക്കൊരാളെ കാണണം. ഹായ് അനു, ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. നീ കല്യാണത്തിന് മുന്നില്ല. സയ, അതെനിക്ക് ചെറിയൊരു പനിയായിരുന്നു. ഓ ആണോ? അത് സാരിയില്ല. മീറ്റ് മൈ ഹസ്ബൻഡ് എയ്തൻ. ആൻഡ് ദിസ് ഞാൻ പറയണ്ടല്ലോ, എനിക്കറിയാവുന്നല്ലോ റിച്ചാർഡിനെ. റിച്ചാർഡ്, എന്താ അനു, ഷോക്കായി പോയോ? എന്താ, നീ ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചിരുന്നോ? എങ്കിലും നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതിന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അനു. സയ, ഇതെങ്കിലും ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അനു. അപ്പൊ ശരിയെന്നാ, പോട്ടെ. എല്ലാം പാക്ക് ചെയ്തു റിച്ചാർഡ്? ചെയ്തു. ഫ്ലൈറ്റിന് സമയമായി. എന്നാ പിന്നെ ഞാൻ സയ പോട്ടെ. റിച്ചാർഡ്. സയ, കോഫി. ഓ, എനിക്ക് എന്റെ കോഫി കിട്ടല്ലേ? കുടിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കൊള്ളാം. കോഫി ഉണ്ടാക്കാനൊക്കെ അറിയപ്പോ. പിന്നെ നിനക്ക് വേണ്ടിയാ അത് മെയിനായിട്ട് പഠിച്ചു തന്നെ. നല്ല മഴയല്ലേ സയ? നീ എന്തെങ്കിലും ചിന്തിക്കുകയാണോ? ഏയ് അല്ല. എന്താ? ഒന്നുമില്ല. സയ, I love you. I love you too.